ഹായ് ഗൈസ്, പ്രഗ്നൻസിയിൽ ഹെയർ ഫോളും ഹെയർ ഗ്രോത്തും ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. ചിലവർക്ക് പ്രഗ്നൻസി ടൈമിൽ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരിക്കും, മറ്റു ചിലവർക്ക് പോസ്റ്റ് പാർട്ടം സ്റ്റേജിലായിരിക്കും കൂടുതലായിട്ടും ഹെയർ ഫോൾ കണ്ടുവരുന്നത്. പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജിൽ ഉണ്ടാവുന്ന ഈ ഹെയർ ലോസ് കൂടുതലായിട്ടും ഹോർമോണൽ ചേഞ്ചസിന്റെയും സ്ട്രെസ്സിന്റെയും ഭാഗമായിട്ട് വരുന്നതാണ്. ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. ഇത് റെഡ്യൂസ് ചെയ്യാനായിട്ട് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഹെൽത്തി ഡയറ്റ് എടുക്കണം. സ്ട്രെസ് മാനേജ്മെന്റ് ഈ ഒരു ടൈമിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. സ്ട്രെസ് കൂടുന്തോറും ഹെയർ ഫോളും കൂടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫൺ ആൻഡ് റിലാക്സിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് നമ്മൾ കൂടുതൽ ടൈം കണ്ടെത്തണം. ഇതിനോടൊപ്പം തന്നെ ഇതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഹെയർ കെയർ. ഈ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ഹെയറിനെ, സ്കിന്നിനെയൊക്കെ നന്നായി തന്നെ കെയർ ചെയ്യണം. അതിനായിട്ട് നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ ഈ ടൈമിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് വളരെയധികം ഉപകാരപ്പെടും. കെമിക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഈ ടൈമിൽ നാച്ചുറൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ്. ആഴ്ചയിൽ 3-4 തവണ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് നമ്മൾ ഹെയറിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കണം. നമ്മൾ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏതായാലും അതിന് ഡബിൾ ബോയിൽ ഇത് ചെയ്യുമ്പോൾ കൂടുതൽ എഫക്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് നമ്മൾ ഏത് പാക്കും തലയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഏത് പാക്കും മുടിക്ക് വളരെയധികം നല്ലതാണ്. അങ്ങനെ ഒരു ഉലുവ പാക്കാണ് ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത്. ഇത് ഞാൻ എൻ്റെ പ്രഗ്നൻസി ഹെയർ കെയറിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒന്നല്ല. പണ്ട് മുതലേ ഞാനും എൻ്റെ അനിയത്തിയൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആയിരുന്നു ഉലുവ ഹെയർ പാക്ക്. ഇത് ഞങ്ങൾ യൂസ് ചെയ്തിട്ട് വളരെയധികം റിസൾട്ട് തന്നിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാനിത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം ഹെയർ ഫോൾ നന്നായിട്ട് കുറയും ചെയ്യുന്നുണ്ട്. മുടി നന്നായിട്ട് ലെങ്ത് വെക്കും, ഉള്ളിൽ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഈ പാക്കിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ.